എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചെറിയാൻ ജോർജ് ചിറയിൽ. എൻ്റെ സ്ഥലം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പുനലൂരിനടുത്ത് കാര്യർ എന്ന ഒരു മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ഈ വില്ലേജിൽ തന്നെയാണ്. പ്രീ ഡിഗ്രി പുനലൂർ SM കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ, ഹൈദരാബാദ്, ഗുജറാത്ത് കലോള്, മുംബൈ മുതലായ നഗരങ്ങളൊക്കെ ചെറിയ ചെറിയ ജോലി ചെയ്തു. മുംബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവസഹായത്താൽ എനിക്ക് ദുബായ് പോകുവാനുള്ളൊരു അവസരം ലഭിച്ചത്. എൻ്റെ കുടുംബം നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുടുംബമായിരുന്നു. എൻ്റെ വല്യപ്പച്ചനൊക്കെ ഫുൾ ടൈം പ്രാർത്ഥനയും കൃഷിപ്പണിയും ഒക്കെ നടത്തിയ ഒരാളാണ്. ഞങ്ങളുടെ കുടുംബമെന്ന് പറയുന്നത് മല്ലപ്പള്ളിക്കടുത്ത് തുരുത്തിക്കാടാണ്. അവിടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ കൂടുതലും അവിടാണ്. എൻ്റെ പിതാവിന് പുനലൂർ പേപ്പർ മില്ലിലെ ജോലി കിട്ടി. അതുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനും മറ്റും ഇവിടെ കാര്യർ എന്ന സ്ഥലത്ത് വന്ന് താമസിച്ചത്. അപ്പം ഞങ്ങൾ കൃഷിയായിരുന്നു ഞങ്ങളുടെ പ്രധാനമായ ഉപജീവനമാർഗ്ഗം. സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ കൃഷിയിൽ ആട് വളർത്തൽ, പശു വളർത്തൽ, നെൽകൃഷിയൊക്കെ ധാരാളം ഉണ്ടായിരുന്ന നല്ലൊരു ഗ്രാമമായിരുന്നു. ഞങ്ങളൊക്കെ അതിനകത്ത് ടോട്ടൽ ഇൻവോൾവ് ആയിരുന്നു. ഇതൊക്കെ റബ്ബർ വെട്ട് ഒക്കെ ഇതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ സാധാരണ സ്കൂളിലും കോളേജിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ 8 മക്കളിൽ ഞാനാണ് മൂത്തത്. അപ്പം എൻ്റെ ബ്രദറിൽ 1977 എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ബ്രദറിലാണ് എനിക്ക് വിസ അയച്ചു തരുന്നത്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സാഫല്യമാണ്. ബോംബെയിലായിരുന്നപ്പോൾ പല ഏജൻറ്റുമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടെങ്കിലും ഇതിങ്ങനൊരു ഭാഗ്യം ലഭിച്ചില്ല. അപ്പം എൻ്റെ ആദ്യത്തെ പ്ലെയിൻ യാത്ര എന്ന് പറഞ്ഞ് മുംബൈ ടു ദുബായ് ആണ്. അന്ന് മുംബൈയും നമുക്കെല്ലാം അറിയാവുന്ന പോലെ മുംബൈയും ദുബായും ഒക്കെ ചെറിയ ചെറിയ പട്ടണങ്ങളും രാജ്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴാ സ്ഥിതിയൊക്കെ മാറിയല്ലോ. അപ്പോൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ എൻ്റെ ബ്രദറിലായും കുടുംബവും ചില സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കായറിൽ തന്നെയുള്ള മറ്റ് 3 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ 1977 സെപ്റ്റംബർ 23 ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്തു. അത് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ മറ്റൊരു മഹത്തായ ഒരു ലോകമായിരുന്നു അത്. പല ചുറ്റുപാടുകളും, പിന്നെ സമ്പന്നതയുടെ ഒരു നഗരം. എന്നാൽ ഞാൻ 1977 അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മുതൽ അങ്ങോട്ട് ദുബായിയുടെ വളർച്ച അവർണ്ണനീയമാണ്. കാടില്ല, മണലാരണ്യങ്ങളൊക്കെ വലിയ വലിയ ആകാശമുട്ടയുള്ള കോൺക്രീറ്റ് കാടുകൾ കൊണ്ട് നിറഞ്ഞു. ദുബായ് ഭരണാധികാരികളുടെ ദീർഘവീക്ഷണവും അവരുടെ ബുദ്ധിസാമർഥ്യവും അപ്രീഷിയേറ്റ് ചെയ്യാൻ നിവർത്തിയില്ല. കാരണം അത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയായിരുന്നു അവർ ഓരോ കാര്യവും ചെയ്തിരുന്നത്. അവിടെ കള്ളത്തരമോ തട്ടിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അന്നത്തെ കാലത്ത്. എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയൊരു കുവൈറ്റി ബേസ്ഡ് അൽഷായ എന്നുള്ളൊരു കമ്പനിയിലായിരുന്നു. 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തപ്പോൾ എനിക്ക് അവിടുന്ന് മാറേണ്ടതായിട്ട് വന്നു. പിന്നെ ഒരു ഇന്ത്യൻ എൻ്റർപ്രനറുടെ ബെസ്റ്റ് ഫുഡ് എന്നുള്ളൊരു കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തത്. ഒരു 1.5 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രിട്ടീഷ് ബാങ്ക്, അന്നത്തെ ഏറ്റവും നല്ല ദുബായിലെ ഏറ്റവും നല്ല സ്ഥാപനവും ഏറ്റവും ആദ്യത്തെ ബാങ്കുമായിരുന്നു ബ്രിട്ടീഷ് ബാങ്ക്. അവിടെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ ഈ ജോലിക്കൊക്കെ ഞാൻ പോയപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു മകനുണ്ടായി. അവനിപ്പോൾ ദുബായിൽ തന്നെയാണ്, നല്ല നിലയിൽ കഴിയുന്നു. 1990 കുവൈറ്റ് വാർ ഉണ്ടാകുന്നത്. അത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചുള്ള ഭയങ്കര ഒരു സംഭവമായി പോയി. മിഡിൽ ഈസ്റ്റ് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിന്ന സമയങ്ങളായിരുന്നു അത്.
കാരണം ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഭയം. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ അമേരിക്കക്കാർ വന്നിട്ട്, അമേരിക്കൻ പട്ടാളം വന്നിട്ട് ദുബായ് സിറ്റികളും മറ്റ് മിഡിൽ ഈസ്റ്റ് സിറ്റികളും എല്ലാം നിറഞ്ഞു. അന്ന് ആൾക്കാരൊക്കെ ഭയപ്പാടോടെ ഞങ്ങളോട് പറഞ്ഞു ഫാമിലിയൊക്കെ നാട്ടിലയക്കാൻ പറഞ്ഞു, ഫാമിലി ഉള്ളവരൊക്കെ മാക്സിമം. അങ്ങനെ എൻ്റെ ഫാമിലിയും നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫാമിലിയും എൻ്റെ കുടുംബവും എല്ലാവരും കുവൈറ്റിലുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഒത്തിരി റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ദുബൈയിലെ മാർത്തോമ പള്ളിയിൽ തന്നെയാണെന്നതിൽ എല്ലാ ആഴ്ചയിലും പ്രത്യേകിച്ച് ഒരു ആഴ്ച ഇതിനു വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പം നമുക്കെല്ലാം അറിയാവുന്ന പോലെ കുവൈറ്റ് പ്രോബ്ലം അമേരിക്ക ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുവൈറ്റെ വീണ്ടെടുത്ത് അവരെ ഏൽപ്പിക്കാൻ സാധിച്ചത്. അത് ഗൾഫിലെല്ലാം വലിയൊരു പാഠമായി. അതാ കഴിഞ്ഞപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് ഗൾഫ് കൺട്രീസൊക്കെ അമേരിക്കയുടെ ആശ്രിതത്തിലേക്ക് തിരിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അമേരിക്കൻ ഡോളറാണ് ഇപ്പോഴും കറൻസിയുടെ ബേസ്, നമുക്കറിയാവുന്നത് പോലെ തന്നെ. അപ്പം ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ ഫാമിലി ഇങ്ങ് പോന്നപ്പം കുറച്ച് നാൾ ഞാൻ തന്നെ ആയിരുന്നു. ഞാൻ ക്ലീറ്റസ് എന്നുള്ള ട്രിവാൻഡ്രത്തുള്ള ഒരു ഫ്രണ്ട് ഉദ്യമമായിട്ട് ഞാൻ കുറച്ച് നാൾ താമസിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബാച്ചിലർ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടുകാരായ വാഹിദ്, ബഷീർ, മൈദീന്, ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ബിസിനസ്സുകാരാണ്, ബിസിനസ്സുമായിട്ടൊക്കെ അവിടെ നിൽക്കുന്നത്. ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റുകളുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുമൊക്കെ ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്. എന്തെങ്കിലും ന്യൂസോ മറ്റ് ഞങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ അന്ന് മുതൽ അവിടുത്തെ മാർത്തോമപ്പള്ളിയിലെ മെമ്പറായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വൈഫ് ബാക്ക്ഗ്രൗണ്ടിലാണ്, ബാക്കപ്പിലായിരുന്നു എപ്പോഴും. അവളെപ്പോഴും പ്രാർത്ഥിക്കും. അവിടെ പ്രാർത്ഥനയാണ് എൻ്റെ ബലമെന്നും എനിക്ക് തോന്നുന്നു. അപ്പം നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ ദൈവം അനുഗ്രഹിക്കും, കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിൽ വരും എന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 2005 അവിടുന്ന് റിട്ടയർ ചെയ്ത് വരുന്നത്. എനിക്ക് നല്ല അനുഭവമായിരുന്നു. ബ്രിട്ടീഷ് ബാങ്ക് കഴിഞ്ഞ ആ ബാങ്കിൻ്റെ പേര് മാറ്റി HSBC ആക്കി, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്ക് കോർപ്പറേഷന്. അപ്പോൾ അവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ നല്ല ഒരു അനുഭവമായിരുന്നു. നല്ല സുഹൃത്തുക്കളും 36 രാജ്യങ്ങളിലെ സ്റ്റാഫ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഓഫീസറുമായിട്ട് പല നാഷണാലിറ്റീസ് അവിടെ വന്നിട്ടുണ്ട്. എവരി വൺ വാസ് ഈക്വലി ഗുഡ് എന്നേ പറയാം. ബ്രിട്ടീഷ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് എക്സലൻറ്റുമായിരുന്നു. സത്യത്തിൽ ബ്രിട്ടീഷുകാരായിരുന്നു അതിൻ്റെ ടോപ്പ് പൊസിഷനിലൊക്കെ ആദ്യകാലത്ത് ഇരുന്ന്. പിന്നെ മാറി മാറി വന്നു. ഞാൻ 2005 റിട്ടയറായി. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഇവിടെ വളരെ കുറവായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവർ ഒത്തിരി പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ട്, അങ്ങനെ ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി. എൻ്റെ വൈഫ് എൻ്റെ ബാക്കപ്പായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് ലൈന് വന്നില്ലേലും എപ്പോഴും പ്രാർത്ഥിക്കും, ബാക്കപ്പിൽ പ്രവർത്തിച്ചും കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് രണ്ടാമതൊരു മോനും കൂടെ ഉണ്ട്, ജോബിൻ ചെറിയാൻ ജേക്കബ്. അവനും ഫാമിലിയായിട്ട് ബാംഗ്ലൂരിൽ താമസിക്കുന്നു. ദൈവകൃപയാൽ അവരും സന്തോഷമായിട്ട് കഴിയുന്നു. അതിനിടയ്ക്ക് കുറച്ചേറെ പേരെ ദുബായിൽ കൊണ്ടുപോകാനും ജോലി മേടിച്ചു കൊടുക്കാനും എനിക്ക് സാധിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കഴിവൊന്നുമല്ല, ഞങ്ങൾ ശ്രമിച്ചു, ദൈവം നടത്തി തന്നു. എൻ്റെ നേരെയുള്ള അലക്സ്, തോമസ് ജോർജ്, ബിജു ജോർജ്, ഇവരെല്ലാം, പിന്നെ എൻ്റെ പെങ്ങടെ മക്കളെ, ഇവരെയൊക്കെ പലരെയും, എൻ്റെ ഒരു കസിൻ്റെ മോനെ, ഇവരെ പലരെയും അവിടെ കൊണ്ടുവരാനും ജോലി ആക്കി കൊടുക്കാനും ഒക്കെ സാധിച്ചു. അത് ദൈവകൃപയുടെ താങ്ങലുകളാണ് അതെല്ലാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ദൈവം, ഞാൻ സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ മേജർ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഞായറാഴ്ച പള്ളിയിലെ ആരാധന മധ്യയാണ്. അപ്പം അന്നേരം ദൈവം എനിക്ക് ഓരോരോ ലൈറ്റ്, ഓരോ പ്രകാശങ്ങൾ ഇങ്ങനെ തരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ പള്ളൂരെ ഒരു സ്ഥാപനത്തിന് തുടക്കമിട്ടു. അത് വിജയകരമായി പര്യവസാനിച്ചു. ഇപ്പോഴേ ഞങ്ങൾ കുടുംബമായി സന്തോഷമായി കഴിയുന്നു. കൂടെ കുഞ്ഞുങ്ങളെ കാണാൻ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരും. പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ ചാരിറ്റികളൊക്കെ ചെയ്യുന്നുണ്ട്. കൃപാ ചാരിറ്റബിൾ സൊസൈറ്റി വിളക്കുടി ഞങ്ങൾ 5-6 പേര് കൂടി ചെയ്യുന്നുണ്ട്. ദുബൈയിലായിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ പലപ്പോഴും പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ജോലി മാറിയപ്പോഴേ അവിടുത്തെ വിസ എന്നെ മാറാൻ വലിയ ബുദ്ധിമുട്ടായി. നാട്ടിൽ വരേണ്ടതായ ഒരു സിറ്റുവേഷൻ വരെ
വരുമോ എന്ന് പ്രതീക്ഷിച്ചു. അപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന വളരെ ആക്റ്റീവായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലം കണ്ടു. ആ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ സാധിച്ചു. അന്നൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന സമയങ്ങളുമായിരുന്നു. പിന്നീട് ഞാൻ ബാങ്കിലോട്ടൊക്കെ കയറുമ്പോൾ അതൊക്കെ ഒരു അതിശയകരമായിട്ടാണ് നടത്തിയത്. എനിക്ക് അന്ന് ബാങ്കിൽ കയറുന്നവരെല്ലാവരും ആരെങ്കിലും റെക്കമെൻഡേഷൻ കൊണ്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഇതൊന്നുമില്ലാതെ തന്നെയാണ് പോയത്. എൻ്റെ ഒരു സുഹൃത്ത്, ബാങ്കിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴേ എനിക്കൊരു റെക്കമെൻഡേഷനും ഇല്ലാതെ അവിടെ പോയപ്പോൾ സത്യത്തിൽ അതിശയകരമായിരിക്കുന്ന ഒരു സംഭവം അവിടെ നടന്നു. കാരണം അവിടുത്തെ PRO ഒരു സിന്ധി ആയിരുന്നു. അന്ന് ഒരു കോൾഡ് വാർ സിന്ധികളും മലയാളികളും തമ്മിലൊരു ശരിക്കും സുഖകരമല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ സിന്ധികൾക്ക് അവരുടെ ആൾക്കാരെ അവിടെ കൂടുതൽ വരുന്നത് സന്തോഷം. മലയാളികൾക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി മലയാളികളായിരുന്നു. മലയാളികൾക്ക് അവരുടെ ആൾക്കാരെ കൊണ്ടുവരുന്നത് സന്തോഷം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആരും റെക്കമെൻഡേഷൻ ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടുത്തെ PRO ഒരു സിന്ധി ആയിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പ്രാർത്ഥനയോടുകൂടി പോയി ആ സിന്ധി ഞാൻ ആൻസർ എഴുതുന്നത് കണ്ടിട്ട് ഈ ആൻസർ പേപ്പറിൽ ഒത്തിരി വെട്ടിത്തിരുത്തുണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പുതിയ പേപ്പർ തന്നിട്ട് ആപ്ലിക്കേഷൻ ആൻസർ പേപ്പർ തന്നിട്ട് ഇതിനകത്ത് ഇതിൻ്റെ ആൻസർ എല്ലാം ക്ലിയർ ആയിട്ട് എഴുതാൻ പറഞ്ഞു. അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ച ശക്തി യേശുക്രിസ്തു, നമ്മുടെ ദൈവം, അല്ലാതെ മറ്റാരുമാണെന്ന് ഞാൻ കരുതുന്നില്ല. പലയിടത്തും ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി എനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ മാംഗ്ലൂരിലെ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, മാംഗ്ലൂരിലെ ഒരാൾ എൻ്റെ ഒരു സീനിയർ സൂപ്പർവൈസറായിട്ട് വന്നു. അന്ന് ഞാൻ ക്ലർക്കാരൻ, സൂപ്പർവൈസറായിട്ട് വന്നു. എന്തോ നാളിൻ്റെ പൊരുത്തക്കേടോ എന്തോ അദ്ദേഹത്തിന് എപ്പോഴും എന്നോട് ഒരു അസൂയോ അല്ലെങ്കിൽ എന്നോടൊരു പിണക്കം, എഗൻസ്റ്റ് ഒരു എനിമിറ്റി ആയിരുന്നു. പക്ഷേ അയാളുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ട്രാജിക്കായിട്ടാണ്. ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ആ കാര്യം ഇവിടെ ചർച്ച ചെയ്തു. പക്ഷേ എനിക്ക് പ്രൊമോഷൻ കിട്ടി, ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വന്നു, അതിലും മേലെ പോകാനിടയായി. നിസ്സാരമായ കാര്യത്തിന് അദ്ദേഹം കള്ളം കാണിച്ചു. ഞങ്ങളുടെ ബാങ്കിൽ HSBC എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിന് നഷ്ടം വന്നാലും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ 10 പൈസയുടെ ഒരു കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം അവരാളിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെ പലരും അവിടെ പുറത്ത് പോയിട്ടുണ്ട്. എനിക്ക് ദൈവകൃപയാൽ 24 വർഷം ആ മഹത്തായ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ദൈവം അവസരം തന്നു. വളരെ പ്രതിസന്ധിയിൽ കൂടിയാണെങ്കിലും പിന്നെ ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥനാ കൂട്ടങ്ങളുണ്ടായിരുന്നു ദുബൈ പള്ളിയിൽ. ആ ദുബൈ പള്ളിയിലെ പ്രാർത്ഥനാ കൂട്ടം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് എന്താണ് ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികം വരെ, നമ്മളതിനൊന്നും പോയിട്ടില്ല, സഹായിക്കുന്ന നല്ലൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ കേരളീയരൊക്കെ നല്ല ഹാർഡ് വർക്കിംഗ് കമ്മ്യൂണിറ്റിയാണ്. അത് പരസ്പരം ചില കമ്മ്യൂണിറ്റികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ഈർഷ്യയോ ചില പിന്നെ പാരവെപ്പം ഉണ്ടെങ്കിലും സത്യത്തിൽ നമ്മുടെ ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ എല്ലാവരും പരസ്പര സഹായമുള്ളവരാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും സഹായിക്കണമെന്നുള്ള മനസ്സാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഈ പിരിവിനൊക്കെ പോകുമ്പോൾ ഈ നമ്മുടെ പള്ളിക്കാർക്കൊക്കെ നല്ല കളക്ഷൻ അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ കുറെ കൂടി ദൈവത്തെ ഭയമുണ്ട് അവിടുത്തെ ആൾക്കാർക്ക്. ദൈവത്തെ ഭയത്തിൻ്റെ കാര്യം അവിടെ ഈ അടുത്ത കാലം വരെ, ഞാൻ 2005 വരുന്ന ആ കാലം, റിട്ടയറായി വരുന്ന കാലം വരെ അവിടെ ജോലി എപ്പോഴും അൺസർട്ടൺ ആണ്. എന്ന് വേണേലും ജോലി പോകാം, എപ്പം വേണേലും ജോലി പോകാം, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് മെജോറിറ്റി ആൾക്കാർക്ക്. അവിടെ വന്ന് ബിസിനസ്സും ജോലിയൊക്കെ ചെയ്യുന്ന പാപ്പരായിട്ടുള്ള പലരെയും എനിക്കറിയാം. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നവർ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങിയവരൊക്കെ പാപ്പരായിട്ടുണ്ട്. എന്നാൽ വന്ന് വളരെ റിച്ചായിട്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ട്. അവിടുത്തെ നമുക്ക് അവിടുത്തെ നാട്ടുകാരെ, അറബികളെ കാണാൻ ചുരുക്കമായിട്ടേ കിട്ടത്തുള്ളൂ. ഇന്ത്യൻ കമ്മ്യൂണിറ്റി, പാകിസ്ഥാൻ കമ്മ്യൂണിറ്റി ഒക്കെയാണ് കൂടുതൽ. പക്ഷെങ്കിൽ അവിടുത്തെ നാട്ടുകാർ, പ്രത്യേകിച്ച് ദുബൈ നാഷണൽസ്, അവർ വളരെ ഡീസൻ്റ് ആണ്. അവരെല്ലാവരും പ്രോ ഇന്ത്യൻ ആണ്. ഇന്ത്യക്കാരോടൊക്കെ എപ്പോഴും വളരെ സ്നേഹവും കരുതലും ഒക്കെ ഉള്ളവരാണ്. അവരെ മറ്റ് പല രാജ്യങ്ങളെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും. ഞാൻ ചെന്ന സമയത്ത് അവിടെ ഇന്ത്യ, പാകിസ്ഥാന്, പിന്നെ ശ്രീലങ്കക്കാർ, ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ എക്സ്പാർട്ടിയേഴ്സ് ഉണ്ടായിരുന്നത്. പിന്നെ വന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, ശ്രീലങ്കയിൽ, ഫിലിപ്പൈൻസിൽ നിന്ന്
ഒക്കെ ധാരാളം ആൾക്കാർ അവിടെ വന്നു തുടങ്ങി. ഇപ്പോഴവിടുത്തെ കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു 60% എക്സ്പാട്രിയേറ്റ്സ് ആണെന്ന് തോന്നുന്നു. ബിസിനസ്സിനും മറ്റെല്ലാ കാര്യത്തിനും നമ്മൾ അവരെ കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ സഫാരി ചാനൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ നമുക്ക് ആവശ്യങ്ങൾ ഇഷ്ടം പോലെ പാഠങ്ങൾ ദുബൈയിൽ നിന്ന് പഠിക്കാനുണ്ട്. പക്ഷേ കറപ്റ്റഡായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, രാഷ്ട്രീയക്കാർക്ക് ആത്മാർത്ഥത ഇല്ലാത്തിടത്തോളം കാലം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബത്തെയും എൻ്റെ അനിയന്മാരുടെ കുടുംബത്തെയും ഞാനെ കൊണ്ടുപോയ പലരെയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നമ്മുടെ മദർ, അമ്മയാണെങ്കിൽ, പെറ്റമ്മയാണെങ്കിൽ UAE അല്ലെങ്കിൽ ദുബായ് നമ്മുടെ പോറ്റമ്മയാണ്. നമ്മുടെ ജീവിതത്തിന് നിറവും മണവും രുചിയും ഒക്കെ തന്നത് ആ രാജ്യമാണ്. ഞാൻ എപ്പോഴും ആ രാജ്യത്തോട് കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് നിവൃത്തിയുള്ളതും മോൻ അവിടെ ഉള്ളതുകൊണ്ടാണ് പോകുന്നത്. എങ്കിൽ പോലും എല്ലാ പ്രാവശ്യവും അവിടെ പോയി ആ രാജ്യത്തോടൊരു നന്ദി പറയുന്നതും സന്തോഷമാണ്. കഴിഞ്ഞ കോവിഡ് സമയത്ത് ഞങ്ങൾ പോയി ഏതാണ്ട് 3 മാസത്തോളം അവിടെ സ്റ്റക്കപ്പായിപ്പോയി, ഫ്ലൈറ്റ് ഇല്ലാതിരുന്ന്. എന്നിട്ടും സെക്കൻഡ് ഫ്ലൈറ്റ് വന്നപ്പം ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈറ്റൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ അവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം അവിടെയും ഇവിടെയും ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടും ചാരിറ്റിയുമായും പള്ളിയുമായും മറ്റേ YMCA വൈസ്മെൻ ഒക്കെ ആയിട്ട് നല്ലൊരു കമ്മ്യൂണിറ്റി, ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ദൈവം സാധിച്ചു. ദൈവം ഇടവരുത്തി. ദൈവം അതിനെ ഞങ്ങളെ ബലഹീനരായ ഞങ്ങളെ ധാരാളം അനുഗ്രഹിച്ചു. പിന്നെ നല്ല ഹോബികളൊക്കെ എനിക്കുണ്ടായിരുന്നു. ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യത്തിൻ്റെയും കോയിനുകൾ എൻ്റെ കയ്യിലുണ്ട്, സ്റ്റാമ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ വായന, ഇച്ചിരി ചർച്ച് ആക്ടിവിറ്റീസ്, പിന്നെ ഇച്ചിരി ഡ്രോയിങ്, ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ദൈവകൃപയാൽ ഞങ്ങളുടെ കുടുംബം നന്നായി പുലരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ കഴിയുന്നു. ഞങ്ങൾക്ക് ശത്രുക്കൾ ആരുമില്ല. ഞങ്ങളുടെ അയൽക്കാരൊക്കെ വളരെ നല്ല മനുഷ്യരാണ്. ഞാൻ അന്നും ഇന്നും കേരളത്തെപ്പറ്റി അഭിമാനം കൊള്ളുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1977 സെപ്റ്റംബറിലാണ് മുംബൈയിൽ നിന്ന് ദുബൈയിലേക്ക് പോകുന്നത്. അന്ന് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റിലാണ് ഞാൻ പോയത്. എൻ്റെ ചിരകാല സ്വപ്നമായിരുന്നു ഫ്ലൈറ്റിലൊന്ന് കയറാനുള്ളത്. പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അത് എനിക്ക് സാധിച്ചു തന്നു. കൂടാതെ എൻ്റെ അടുത്തിരുന്ന ഒരു ഗോവക്കാരിയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അന്നും ഇന്നും ഒക്കെ പോകുമ്പോൾ മാക്സിമം സൈഡ് സീറ്റ് ഞാൻ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ പലപ്പോഴും അവിടെ ടൈലറിങ് ഷോപ്പ് നടത്തുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവരെനിക്ക് സൈഡ് സീറ്റ് തന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും, അതായത് ദൈവത്തെ നായകനാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിശ്ചയമായും പുതിയ നിയമത്തിൽ പറയുന്നത് പോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അത് ഞാൻ പൂർണ്ണമായും ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി അനുഭവിച്ചവരാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെറിയ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ജോലി കിട്ടുമോ, ജോലി കിട്ടിയാൽ തന്നെ എങ്ങനെയാണ്, അറബി അറിയില്ല, പിന്നെ മറ്റേ ലാംഗ്വേജ് ഹിന്ദിയും വലിയ വശമില്ല. അവിടുത്തെ ബിസിനസ് ലാംഗ്വേജ് എല്ലാം എനിക്ക് തോന്നുന്നു അന്ന് ഹിന്ദി ആയിരുന്നു. ഇപ്പോഴും ഹിന്ദി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് കമ്മ്യൂണിറ്റി വന്നപ്പോൾ ഇപ്പം മാറിക്കാണും. പക്ഷേ അന്നും ഇന്നും ദൈവം അതിശയകരമായി നടത്തുന്നു. അപ്പം എൻ്റെ ആശങ്കകളൊക്കെ അസ്ഥാനത്താണ്. നമ്മളൊരു കാര്യത്തിന് ശരിക്കും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയാൽ നിശ്ചയമായും ആ കാര്യം നമുക്ക് ആവശ്യമെങ്കിൽ ദൈവം നടത്തിത്തരും. അതിന് യാതൊരു സംശയമില്ല. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം ഒക്കെ അതിന് സാക്ഷ്യമാണ്. കുവൈറ്റ് വാർ സമയത്ത് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു കാര്യം പ്രത്യേകിച്ച് പറയും. കുവൈറ്റ് വാർ സമയത്ത് ഞാൻ തനിയെ ആയിരുന്നു, ഫാമിലി നാട്ടിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്ത് എൻ്റെ ഇളയ അനിയൻ ഒരു വിസ, അവനെ ഓട്ടോമൊബൈൽ ഫീൽഡിലാണ്, ഒരു വിസയ്ക്ക് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി ഒരാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അന്ന് എനിക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ടാക്സിയിലൊക്കെയാണ് പോകുന്നത്. ഒത്തിരിയൊക്കെ നടന്നും പോകുമായിരുന്നു.
അപ്പോൾ അങ്ങനെ ഞാൻ ടാക്സിയെ പോയി റോഡ് ക്രോസ് ചെയ്തപ്പോൾ അവിടെ വാഹനങ്ങളൊക്കെ സൗണ്ട് വളരെ കുറവാണ്, റോഡൊക്കെ നല്ലതായതുകൊണ്ട് വളരെ സ്പീഡുമാണ്. എൻ്റെ കാൽക്കുലേഷൻ തെറ്റി ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്നതിന് അങ്ങോട്ട് ശ്രമിക്കുകയും എനിക്ക് തോന്നുന്നു ഒരു ലാൻഡ് റോവറോ മറ്റോ വന്ന് അതിൻ്റെ കാറ്റ് കൊണ്ടാൽ വീഴും അത്ര സ്പീഡിൽ വന്നു. ഞാൻ എൻ്റെ ദൈവമേ എന്നറിയാതെ ഞാൻ വിളിച്ചു പോയി സത്യത്തിൽ. എന്നാൽ ഒരു കുഴപ്പവുമില്ലാതെ അവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യോടന്തം ദൈവകൃപ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. ഇനിയും ദൈവം നടത്തുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ആകുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്ത് മുന്നോട്ട് പോകുവാനാണ് ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഞങ്ങളുടെ ചാരിറ്റികളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ പ്രവാസ ജീവിതത്തെ ഞാൻ ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ അനലൈസ് ചെയ്താൽ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് നോക്കരുത്. നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നമുക്കേവർക്കും, എൻ്റെ ജീവിതം അനുഭവിച്ച് പറയുകയാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇനിയിപ്പം ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അന്നും ഇന്നും എന്നും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ കേന്ദ്ര ബിന്ദു യേശുക്രിസ്തു ആയിരിക്കണം. ഒന്ന്. രണ്ടാമത്, നമ്മൾ കലപ്പയ്ക്ക് കൈവച്ചാൽ പിന്നോട്ട് നോക്കാൻ പാടില്ല. മൂന്നാമത്, യാതൊരു കാരണവശാലും ഒരു മനുഷ്യനെയും ഉപദ്രവിക്കരുത്. നന്മ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ താഴ്ന്നു കൊടുക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി നമുക്ക് തോന്നുന്നതും യേശുക്രിസ്തു കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ വലിയവരാക്കും. അതിന് ഒരു സംശയവുമില്ല. അതാണ് ജീവിതത്തിൽ എനിക്ക് മറ്റുള്ളവരോട്, ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചപ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചപ്പോഴൊക്കെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുള്ളതും എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചവർ എന്നോട് പറഞ്ഞിട്ടുള്ളതും ഒക്കെ ഈ ഒരു തത്വം തന്നെയാണ്. നല്ലവനായി ജീവിക്കുക, നല്ലവനായ ദൈവം നമുക്ക് ഒരു ദോഷവും വരാതെ വണ്ണം നമ്മളെ, നമ്മുടെ തലമുറയെ, നല്ലൊരു തലമുറയൊക്കെ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ, കുഞ്ഞുങ്ങളുടെ സന്തോഷമാണല്ലോ, വളർച്ചയാണല്ലോ നമ്മുടെ പ്രത്യേകിച്ച് ഈ കേരളീയരായ മാതാപിതാക്കളുടെ സന്തോഷവും അനുഗ്രഹവും. അപ്പോൾ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങളൊക്കെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ വലം കൈ കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കണം. അവൻ നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ പറഞ്ഞ വാക്കുകൾ എപ്പോഴും ഹൃദയസ്ഥമായിരിക്കണം. സൺഡേ സ്കൂളിൽ പോയതിൻ്റെ പ്രയോജനമൊക്കെ ഞാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്നും ഇന്നും ഒക്കെ സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന ഒക്കെ ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്യുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ നിശ്ചയമായും അതുകൊണ്ട്. പക്ഷേ എല്ലാവരും പല സമയത്തൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ റിതം അല്ലെ ടൈം ടേബിളൊക്കെ അന്യദേശങ്ങളിലൊക്കെ അല്പം വ്യത്യസ്തമാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം വന്നാലും നമുക്ക് അടിയുറച്ച ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ആശിച്ച കാര്യങ്ങൾ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ദൈവം കരുതുന്ന കാര്യങ്ങളൊക്കെ നിശ്ചയമായി നമുക്ക് ലഭിക്കും. പ്രത്യാശയോടെ, ധൈര്യത്തോടെ മുന്നേറാം.